പലതുകൊണ്ടും വിവാദങ്ങളും പല വിധത്തിലുള്ള ശ്രദ്ധേയമായ മുഹൂർത്തങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സിനിമയായിരുന്നു PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത കടത്ത്. കടത്ത് മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. പ്രേം നസീർ, ശങ്കർ, സോമൻ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം. PG രവി കൊടും ക്രൂരനായി പകർന്നാട്ടം നടത്തിയ ചിത്രം. പ്രേം നസീറിൻ്റെ താരമൂല്യം നന്നായി പ്രയോജനപ്പെടുത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് PG വിശ്വംഭരനാണ്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് പ്രിയദർശനാണ്. പക്ഷേ പ്രിയദർശൻ്റെ പേര് തിരക്കഥ എന്ന സ്ഥലത്ത് വന്നില്ല. പകരം ചിത്രം നിർമ്മിച്ച മണിയുടെ അരോമ മണിയുടെ പേരാണ് വന്നത്. സംഭാഷണം പ്രിയദർശൻ എന്ന് എഴുതേണ്ടി വന്നു സംവിധായകന്. കാരണം പുതുമുഖമായ പ്രിയദർശൻ കഥയും തിരക്കഥയും സംവിധാനവും എഴുതിയാൽ വിജയിക്കില്ല എന്ന് സംവിധായകന് തോന്നി. അതുകൊണ്ട് സംവിധായകൻ പ്രിയദർശനെ വെട്ടി. 1981 കടത്ത് റിലീസ് ചെയ്തത്. അന്ന് ശങ്കർ കത്തി നിൽക്കുന്ന സമയം, പ്രേം നസീർ സൂപ്രധാന പദവിയിൽ വിരാജിക്കുന്ന സമയം. ഈ കാലത്ത് റിലീസ് ചെയ്ത കടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പ്രേം നസീറിൻ്റെ അഭിനയ മികവാണ്. പ്രേം നസീറിൻ്റെ സംഘടന രംഗങ്ങൾ, പ്രേം നസീറിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങൾ ഒക്കെ സുലഭമായിരുന്നു ഈ ചിത്രത്തിൽ. ഈ ചിത്രത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് പ്രേം നസീറിൻ്റെ നായികയായി അഭിനയിക്കുന്ന സുമലതയുടെ തുടയിൽ പ്രേം നസീർ തഴുകുന്ന രംഗമാണ്. ഒരു രാത്രി ഒരു മഴയിൽ പ്രേം നസീർ അവതരിപ്പിക്കുന്ന നായകനും സുമലത അവതരിപ്പിക്കുന്ന നായികയും ഒരു വീട്ടിൽ തങ്ങുന്നു. സുമലത കിടന്നുറങ്ങുമ്പോൾ അവരുടെ മുണ്ട് മാറിപ്പോകുന്നു, തുടകൾ അനാവൃതമാകുന്നു. ആ തുടകൾ കണ്ട് രതിഭാവം ഉണർന്ന പ്രേം നസീർ ആ തുടകളിൽ അമർത്തിപ്പിടിക്കുന്നു. സുമലത പ്രേം നസീറിൻ്റെ കൈകൾ ഉണർന്നെണീറ്റ സുമലത പ്രേം നസീറിൻ്റെ കൈകൾ തട്ടിമാറ്റുന്നു. ഈ രംഗത്തിൽ അഭിനയിക്കാൻ പ്രേം നസീറിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹം PG വിശ്വംഭരനോട് പറഞ്ഞു, സുമലത എന്നെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയാണ്, ഞാനെങ്ങനെ അവളുടെ തുടകളിൽ പിടിക്കും? പ്രേം നസീർ അങ്ങനെ പറഞ്ഞപ്പോൾ PG വിശ്വംഭരൻ പറഞ്ഞത് ഇങ്ങനെ: ഈ ചിത്രത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു സീനാണ് ഇത്. ഈ സീനില്ലെങ്കിൽ ഈ ചിത്രമില്ല, ഈ ചിത്രത്തിന് ജീവനില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് സുമലതയുടെ തുടയിൽ പിടിച്ചു പ്രേം നസീർ. സുമലതയും പ്രേം നസീറും തമ്മിലുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം കൂടിയായി കടത്തും. ശങ്കറായിരുന്നു ഈ ചിത്രത്തിലെ ഉപനായകൻ. സോമൻ ഈ ചിത്രത്തിൽ അതിഥി താരമായി അഭിനയിച്ചുവെങ്കിലും സോമന് ഈ ചിത്രത്തിൽ നിർണായകമായ റോളുണ്ടായിരുന്നു. ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഉണ്ണിമേനോൻ എന്ന ഗായകൻ്റെ മാസ്മരികമായ ശബ്ദം ആദ്യമായി മലയാളികൾ മനസ്സിലാക്കിയ ചിത്രം കൂടിയാണ് കടത്ത്. ഉണ്ണിമേനോൻ്റെ ഗാനങ്ങൾ, ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു എന്ന ഗാനം, പൊന്നാരെ പൂന്തിങ്കളെ എന്ന ഗാനം, വെണ്ണിലാ ചോലയിൽ തെന്നലേ നീരാടിവ എന്ന ഗാനം, ഇതൊക്കെ വലിയ ഹിറ്റായി മാറി. യേശുദാസായിരുന്നു ഈ ചിത്രത്തിലെ ഗാനങ്ങൾ പാടേണ്ടിയിരുന്നത്. ട്രാക്ക് പാടാനായിരുന്നു ഉണ്ണിമേനോൻ എത്തിയത്. പക്ഷേ ട്രാക്ക് പാടാനെത്തിയ ഉണ്ണിമേനോൻ പ്രധാനപ്പെട്ട ഗായകനായി മാറി. യേശുദാസിന് കൃത്യമായ സമയത്ത് എത്താൻ പറ്റിയില്ല. ശ്യാമായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം. ശ്യാം പറഞ്ഞു യേശുദാസ് എത്തിയില്ലെങ്കിലും ഉണ്ണിമേനോനെ കൊണ്ട് പാടിക്കാമെന്ന്. അരോമണി ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ശ്യാമിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു. ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ്. ഉണ്ണിമേനോൻ എന്ന ഗായകൻ
കടത്തിൽ നിന്ന് പിറവി കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. പല വിധത്തിലുള്ള വിവാദങ്ങൾ നിറഞ്ഞ കടത്തെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വിചാരിച്ച കളക്ഷൻ നേടിയില്ല എന്നുള്ളതും ശ്രദ്ധേയം. അതിന് പ്രധാന കാരണം പ്രേം നസീറിൻ്റെ ഈ രതി രംഗങ്ങളായിരുന്നു. പ്രേം നസീറും സുമലതയുമായുള്ള രതി രംഗങ്ങളായിരുന്നു. പ്രേം നസീറിനെ അത്തരമൊരു രംഗങ്ങളിൽ കാണാൻ പ്രേക്ഷകർ അക്കാലത്ത് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടത്ത് വലിയൊരു വിജയമായില്ല, ഒരു ശരാശരി സിനിമയായി ഒതുങ്ങി.